കുഞ്ഞാപ്പോ എന്താ കാട്ടണ്? ഞാൻ എന്താ കാട്ടണ എനിക്ക് എന്നോടെ ജോലിയില്ലായിട്ടേ ഏർക്കളി മനെ ഉണ്ടാക്കുകയാണ്. ജോലിയില്ലല്ലോ. അത് നന്നായിക്കണ്. അപ്പൊ ജോലിയില്ലായിട്ട് ഇന്നലെ വിളിച്ച് പറഞ്ഞതാണ്. നമ്മളെ സ്വർണ്ണൂരുള്ള അമ്മണിയമ്മല്ലേ, അമ്മണിയമ്മക്ക് ജോലിയില്ല അത്ര മോനെ. അടിച്ചൊരാനൊന്നും ജോലിയില്ല. അപ്പൊ എന്നോട് പറഞ്ഞു കുഞ്ഞാപ്പോ ജോലി എങ്ങനെ കൊടുന്നാട്ട് പാവാടാ അമ്മണിയമ്മക്ക് ജോലിയില്ല. അപ്പൊ അമ്മണിയമ്മ പറഞ്ഞതാ എന്തെങ്കിലൊക്കെ തേക്കും. ഞാൻ വെറുതെ അമ്മ പറയും എന്നോട് അമ്മണിയമ്മ ഓരോന്നൊക്കെ തരുന്നതാണ്, അപ്പൊ കായൊന്നും മേടിക്കണ്ട. എന്നിട്ട് എന്നോട് ഉമ്മ അറിയാലോ, ഇജി ആദ്യം പറഞ്ഞു കായൊന്നും വേണ്ട അമ്മണിയമ്മേ, കായൊന്നും വേണ്ടെന്ന് പറയണം. ഏതാ വളവത്തിന്റെ അമ്മ. അപ്പൊ ഒരു പറയും നമ്മള് കായ് ചോദിക്കരുത്, ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ഇതുണ്ടാവും. അപ്പൊ നമ്മൾ ചോദിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരു കായ് തരും. അപ്പൊ ഉമ്മ എന്നോട് പറഞ്ഞു, ഉമ്മ ആദ്യം തീരും കൂട്ടാക്കിയില്ല. ഞാൻ പെരയിലാണെങ്കിൽ ഒരു പറഞ്ഞ ഒരു കേൾക്കൂല. ജമ്മണി അമ്മക്ക് ചൂരും കൊടുക്കുകയെന്ന് ചോദിച്ചിട്ട് അതാണ് ഞാൻ ചിന്തിക്കണേ. അപ്പൊ ഞാൻ അതല്ലടക്കാ നാള് വന്നപ്പോ മോളും മോനും ദുബൈയിലല്ലേ, ദുബൈയിലായി ഇവിടെ രാജ്യത്താണ്. അപ്പൊ ഒരു നാള് കൊറേ മറ്റേ സാധനം കൊണ്ടാണ്. എന്ത് എന്താടാ ഇനി പറയാ, മുട്ടായി വേറെ സാധനം അതാണ് കൊറേ തിന്നു. അപ്പൊ ഉമ്മ പറഞ്ഞു, അല്ല ഞാൻ പറഞ്ഞു ഉമ്മാനോട് നമുക്ക് അപ്പൊ ഇനി നമ്മള് കായ് ചോദിക്കണത് മോശക്കാരല്ലേ, അതിന്റെ പകരം ചൂല് കൊടുക്കാലേ, കൊടുത്താലേ കായൊക്കെ തരും. വേണ്ടാന്ന് പറഞ്ഞത് നമ്മളെ ഇതല്ലേ, മര്യാദക്കാരല്ലേ, മര്യാദ അല്ലേ. വേണ്ടാന്ന് പറഞ്ഞാലേ തോനെ കിട്ടുള്ളൂ. നമ്മളെ അമ്മയാമല്ലേ എത്ര ആയാലൂല്ലേ. നല്ലൊരു ഐഡിയ ആണ്. ആദ്യം വേണ്ടാന്ന് പറയാ, കൂടുതൽ പൈസ കിട്ടുവച്ചിട്ടല്ലേ. എല്ലാ കുഞ്ഞാപ്പോ ഇജ്ജ് ഇന്നലെ ഇവിടെ കല്യാണത്തിന് വരുന്നത്? അറിയില്ലടാ, നമ്മളെ അടക്കത്തെ ലൈല ഇന്റെ മടിച്ച ലൈലാന്റെ മോന്റെ കല്യാണായിരുന്നു. ലൈലാന്റെ മോന്റെ കല്യാണത്തിന്? മോന്റെ കല്യാണമായിരുന്നു. അപ്പൊ ഞാൻ ഇന്നൊക്കെ പോയതാ കല്യാണത്തിന്. എനിക്കല്ല, അപ്പൊ എനിക്കും തോന്നിയില്ലേ? എന്തൊക്കെ തോന്നാന്? എന്റെ പഠിച്ച ലൈലാന്റെ മോന്റെ കല്യാണത്തിനാ ചോദിക്കണല്ലേ. എനിക്കെന്താ തോന്നാൻ, കൊറേ ബിരിയാണി നിന്ന്. അപ്പൊ എന്നോട് ചോദിച്ചില്ല എന്റെ കല്യാണം ഇപ്പൊ ഒന്നും ആയില്ലേന്ന് ചോദിച്ചില്ലേ? അത് പറയല്ലേ, ഭയങ്കര സങ്കടായി. അവിടെ പോയപ്പോ എല്ലാരും ചോദിച്ചിട്ടുണ്ട് ലൈലാനോട്, ഏതാടി ഈ സാധനം, ഏതാടി ഈ സാധനം. ലൈലാന്റെ കൂട്ടുകാരെന്താ 10ാം ക്ലാസ് കൂട്ടുകാരൊക്കെ വന്നിട്ട്. അപ്പൊ ലൈല അറിഞ്ഞത് ഇന്റെ അപ്പൊ 1 മുതൽ 3 വരെ പഠിച്ച കുഞ്ഞാപ്പ് വേണം. 1 മുതൽ 3 വരെ? ഞാൻ 3 വരെ പഠിച്ചിട്ടുള്ളൂ, എനിക്കൊന്നും അറിയില്ലടാ. അപ്പൊ ഞാൻ പോകുന്നു പെരേക്ക്. ഇമ്മ പെണ്ണുങ്ങളെ ചോറിച്ചിന്ന്, ഇമ്മ ചോറിച്ച്, ഞാനൊക്കെ ചോറിച്ച്. നല്ല രസണ്ടാ ചോറ്, ബിരിയാണി നല്ല രസമുണ്ട്. ഈ ഞാൻ ഇന്റെ കല്യാണത്തിന് ചോറിക്കല്ലേ, ഇന്റെ കല്യാണം കാണൂല. ആൾക്കാർക്കൊക്കെ ഞാൻ ഇന്നെ പരിഹസിക്കലിട്ട് തുടങ്ങിയിരിക്കണ്. ഓരോരോ താത്താര് വരെ കല്യാണം കഴിക്കില്ലേ, കല്യാണം എന്താണ് കല്യാണം കഴിക്കണില്ല, ഇങ്ങനെ നടന്നോ കല്യാണം നടങ്ങ നീട്ടിക്കൊണ്ടേക്കോന്ന്. ഞാൻ എന്ത് ചെയ്യാനാണ് എന്റെ ബാബ. ഇപ്പൊ ഒരു കല്യാണക്കാരൻ ശരിയായാലല്ലേ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റിയൊരു നാളെ വേറൊരാളെ കഴിക്കുക. കൊട്ടച്ചുമാടെ പ്രായമായിരുന്നു. ഇവർക്കൊക്കെ അറിയായിട്ടാണ് എനിക്ക് കല്യാണം ശരിയാവാനിലേക്ക് കല്യാണം കഴിക്കാൻ. എനിക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവൂലേ, ഓരോ സ്ഥലത്തൊക്കെ പോവാനും മൂത്തമാർക്കും കുഞ്ഞുമാർക്കും ഒക്കെ വിരുന്ന് പോവാനും ചായ കുടിക്കാനൊക്കെ ആഗ്രഹമില്ലേ. ഇവർക്ക് മനസ്സിലാവാത്തതില്ലേ? ഈ പറഞ്ഞവര് ചിന്തിക്കണ്ടാവില്ല കുഞ്ഞാപ്പോ. ഒരു വേനൊക്കെ ചിന്തിച്ചാ മതി. അല്ല ഇപ്പൊ ഇന്നാളൊക്കെ അല്ലേ എന്നാളൊരു പെണ്ണിനെ കാണാൻ പോയിട്ട് എന്തായി? പെണ്ണിനെ കാണാൻ പോകും, ചായം കുടിക്കും, എന്താണ് ബിസ്ക്കറ്റൊക്കെ തിന്നും ചെയ്യും. കടിയൊക്കെ തന്ന് ജ്യൂസ് കലക്കി തന്നിട്ടാ. അപ്പൊ ഞാൻ പെണ്ണിനൊക്കെ ഇന്ന ഇഷ്ടായിക്കണ്, അവർക്കൊക്കെ ഇഷ്ടായിക്കണ്. ആ പെണ്ണ് ഇങ്ങനെ പറയുന്നുണ്ട് ഓരോ മാനോട്, കുഞ്ഞാപ്പല്ലേ കുഞ്ഞാപ്പൂനിക്ക് വിശ്വസിക്കാം, ഒന്നും കച്ചറൊന്നും ഉണ്ടാവില്ല, പോലെ വിശ്വസിക്കാം. എന്നിട്ടാ പെണ്ണ് ജ്യൂസ് കലക്കി കൊണ്ടുവന്നിട്ടാ. അപ്പൊ ഞാൻ പെണ്ണോട് പെണ്ണെ 2 ഗ്ലാസ് കൂടി കൊണ്ടുവരാറുണ്ട്. ഒരു ഗ്ലാസ് കുടിച്ച് നമ്മക്ക് എന്തിനാവോ? പെണ്ണിന്റെ ഒരു ഗ്ലാസ് ആയിട്ട് വന്നിക്കണ്. ഒരു 2-3 ഗ്ലാസ് ഒക്കെ കൊണ്ടുവരക്ക് നല്ല താഴ്ച ചെയ്യാറ്. ആ പെണ്ണ് ജ്യൂസ് കൊണ്ടുവന്ന് എന്നിട്ട് എന്നോട് പറയാൻ ജ്യൂസ് കൊടുന്നിട്ട് പിന്നെ പെണ്ണ് അകത്തേക്ക് പോയിട്ട് പറയാ ഒരമ്മാനോടെ, അമ്മ ഞാൻ ജോലിക്കെട്ട് എടുക്കാണ്ട് മുന്നേ ചെക്കനോട് മണ്ടിച്ചോളി. അത് ശരി. അപ്പൊ ആ കല്യാണം അങ്ങനെ മുടങ്ങിയല്ലേ? കല്യാണം അങ്ങനെ മുടങ്ങി.
പിന്നെ അതിന്റെ കുറെ മുന്നേ വേറെ ഒന്നിന്റെ ഇത് പോയിരുന്നല്ലോ. ആ അത് പിന്നെ പറയും വേണ്ട. പെണ്ണുങ്ങളൊക്കെ വലിയ സുന്ദരിയാളാന്നാ വിചാരം. പെണ്ണുങ്ങളൊക്കെ വിചാരം വിദ്യാഭ്യാസമാണ് അത്ര വിദ്യാഭ്യാസം. ആ പെണ്ണുങ്ങൾക്ക് ഒരു ബുദ്ധിന്നറിയില്ല. പെണ്ണ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അടിച്ചോരി കൊടുക്കും, പാത്രം മോറി കൊടുക്കും, വെള്ളം കൊണ്ടു കൊടുക്കും, അതൊക്കെ ചെയ്യൂലേ. ചിന്ത പെണ്ണുങ്ങൾക്ക് ചിന്തിച്ചൂടെ? ആ പെണ്ണിനൊക്കെ എന്റെ മാനി നോക്കിട്ട് ഇവിടെ നിന്നൂടെ? മരിക്കണ വരെ ഇവിടെ നിന്നൂടെ? ഞാൻ ഇമ്മാനി ഇന്നൊക്കെ നോക്കിട്ട് ചിന്തിക്കണേ. ഒരു പണിക്ക് പോവാൻ ഇവിടെ തന്നെ ഉണ്ടാവും ചെയ്യും. അതൊക്കെ ഞാൻ കൊറേ കാലം അതൊന്നും ചിന്തിക്കണില്ലല്ലോ അല്ലേ? അതെ, പെണ്ണുങ്ങൾ ചിന്തിക്കൂല. പെണ്ണുങ്ങൾക്ക് വല്ലാത്ത ആൾക്കാരെ തന്നെയാണ്. എന്താ ചെയ്യണ കുഞ്ഞാപ്പോ? അതിന്റെ സമയമായിട്ടുണ്ടാവില്ല. അയച്ചിട്ടൊക്കെ ഭക്ഷണമൊന്നുമില്ല. കതിരെ ഭക്ഷണം പെരയിൽ ഇനിയും പോകാല, അപ്പോഴും ചായം കുടിക്കാലോ. എന്റെ പെരയില് ആര് വന്നിക്കണോണ്ടിട്ടാ അവിടെ വെച്ചേക്കുണ്ട്. അമ്മ എനിക്ക് തോന്നുന്നു. എന്നാ ഞാൻ പോട്ടെന്നാ. ഇമ്മ എന്തിയാന്നോ ഇതായിരുന്നേ.